ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൻ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്കാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ 7 ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡും ഇതേ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ഗ്ലാസ് പാലാണ്. അത് പാല് ചൂടാക്കി ആറ്റി വെച്ചിരിക്കുന്നതാണിത്. അടുത്തതായി വാനില ഐസ്ക്രീം. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ. മുട്ടയിൽ ഒരൽപ്പം മൈദയും കോൺഫ്ലോറും കുറച്ച് പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം പാല് ചൂടാക്കിയതിലേക്ക് ഈ മിക്സ് ചേർക്കാം. അത് തണുത്ത് കഴിയുമ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം. വാങ്ങിയ വാനില ഐസ്ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമില്ലാത്ത സൈഡ് നമുക്ക് പൊടിച്ചെടുക്കണം. അതിനായി ഒരു ഷീറ്റോ പേപ്പറോ എടുത്ത് അതിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ച് നമുക്ക് നല്ല പോലെ പൊടിച്ചെടുക്കാം. നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി ഇനി പാലും ബിസ്ക്കറ്റും ഐസ്ക്രീമും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമുള്ള സൈഡ് ഇതേപോലെ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി വാനില ഐസ്ക്രീം ആഡ് ചെയ്യാണ് വേണ്ടത്. ഇത് ഏകദേശം 3 സ്കൂപ്പോളം കാണും. പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ല പോലെ ഏകദേശം ഒരു 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഐസ്ക്രീമിന് അത്യാവശ്യം പഞ്ചസാര ഇട്ടിരിക്കുന്നതുകൊണ്ട് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഷേക്കിലേക്ക് വേണ്ട എല്ലാ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ബേസായി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബിസ്ക്കറ്റ് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ പൊടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കി എല്ലാ ഗ്ലാസ്സിലും നമുക്ക് ഒഴിച്ചെടുക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ജ്യൂസിന് പകരം ഈ രീതിയിൽ ഷേക്കൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.